ഹലോ ഗൈസ്, കുഞ്ഞുമണി ആവണി ചേച്ചിയുടെ കൂടെ ഒന്ന് കറങ്ങാൻ പോയി വന്നപ്പോഴേക്കും അർജുനെ കാണാല്ലേ. അമ്മയുടെ കൂടെ അർജുൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ അവർ ഇറങ്ങാൻ നേരത്ത് കുഞ്ഞുമണീനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയതാണ് കേട്ടോ. വന്നപ്പോൾ കുറേ അന്വേഷിച്ചു അർജുൻ എവിടെയെന്നൊക്കെ. അപ്പോൾ സൂചി കുത്താൻ പോയിരിക്കുകയെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. വേഗം ഒരു മിഠായി ഒക്കെ എടുത്ത് കൈ തന്നു കേട്ടോ. ആർക്കാന്ന് ചോദിച്ചപ്പോൾ അർജുനാണെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ വാശിയായി കേട്ടോ. അപ്പോൾ ആ വാശി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും ആവണിക്കുട്ടിയും കൂടെ ഒന്നും കൂടെ കറങ്ങാൻ ഇറങ്ങി. രാധമ്മ മുരിങ്ങയില വറക്കിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ രാധമ്മോട് വർത്താനം പറഞ്ഞു നിന്നു. അങ്ങനെ ഞങ്ങൾ വലിയച്ഛൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ഇത് തറവാടാണ് കേട്ടോ. ഏട്ടനുള്ള വീട് പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആവണിക്കുട്ടിയുടെ വീട്ടിലെത്തി. അവിടെ കളരിക്കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുമണി കുറേ നേരം അത് നോക്കി നിന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു. അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ വിളക്ക് വയ്ക്കലും സന്ധ്യാനാമം ചൊല്ലലും അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനുള്ള ചപ്പാത്തി ചുട്ടുട്ടോ. ഞങ്ങൾ ഓരോ കഥയും പാട്ടൊക്കെ പാടി. അർജു എവിടെ? എങ്ങടെ പോയി? അയ്യോ, എപ്പോഴാ വരിക? നാളെ വരുള്ളൂ. അച്ഛമ്മയുടെ കുഞ്ഞുമണിക്ക് കൂട്ടിനായിട്ട് രാത്രി ആദ്യകുട്ടനും ആവണിയും വന്നു കേട്ടോ. ഏട്ടൻ അവരെ കൊടന്നാക്കിയിട്ട് പോയി. പിന്നെ അവരുടെ കൂടെ തല്ലുകൂടലും കളിക്കലൊക്കെ ആയിരുന്നു. എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ ആവണിയുടെ മടി കയറി ഇരുന്നിട്ട് ആവണിയുടെ ഒപ്പമാണ് കേട്ടോ ഒന്ന് കുഞ്ഞുമണി ഭക്ഷണമൊക്കെ കഴിച്ചത്. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യകുട്ടൻ ടി-വിയിൽ ഹോട്ട്സ്റ്റാറൊക്കെ കയറ്റിയിട്ട് തുടരും സിനിമ വെച്ചു കേട്ടാ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു. അത് മര്യാദയ്ക്ക് ഇരുന്ന് കാണാനൊന്നും കുഞ്ഞുമണി സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ആവണി ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുമണിക്കൊന്നും ഉറക്കമില്ല കേട്ടോ. ഒരേ ഇരിപ്പന്നെ ആയിരുന്നു. കണ്ണും തൂച്ചിട്ട് കിടക്കാൻ വന്നിട്ട് കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.